താലി രചന അവതരണം മിത്രവിന്ദ. അനന്തൻ നോക്കിയപ്പോൾ ഗംഗ അവനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മോനെ അനന്ത, ഈ കൊച്ച് പോകാൻ തീരുമാനിച്ചില്ലേ? എന്തായാലും ഗംഗ മോളുടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ. കാരണം അനുഭവിച്ചത് മുഴുവൻ ഈ കുഞ്ഞാണല്ലോ. വേറെ നാട്ടിലേക്ക് പോകുന്നതാണ് നല്ലതെങ്കിൽ പോയി ജീവിക്കട്ടെ. ഇനിയെങ്കിലും സമാധാനം കിട്ടട്ടെ എൻ്റെ കുഞ്ഞിന്. അതിനു മുമ്പ് വൈകുന്നേരം അമ്പലത്തിൽ ഒന്ന് പോണം മോനെ. ഭദ്രകാളിയെ കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം. ജീവിതം ഭദ്രമാക്കുന്നവളാണ് ഭദ്രകാളി. ഇനി ഒരിക്കലും ഗംഗമോൾക്ക് കണ്ണു നനയാൻ ഇടയുണ്ടാവരുത്. നിനക്ക് വൈകിട്ട് എന്തെങ്കിലും പരിപാടിയുണ്ടോ മോനെ? അവർ ചോദ്യഭാവത്തിൽ മകനെ നോക്കി. അമ്മേ, ലോഡെടുക്കാൻ നാളെ വെളുപ്പിനെയാണ് പോകേണ്ടത്. വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അമ്മയും കൂടി ഒരുങ്ങിക്കോളൂ, നമുക്ക് പോയിട്ട് വരാം. കുടുംബശ്രീയുടെ ഒരു കമ്മിറ്റിയുണ്ട് മോനെ. ചെന്നില്ലെങ്കിൽ ആ ലതിക കിടന്ന് ബഹളം കൂട്ടും. എങ്കിൽ പിന്നെ മാളു കൂടി പോരട്ടെ. അവളാണ് ആശംസകൾ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വരുന്ന പരിപാടിയാ. നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വന്നാൽ മതി. നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അനന്തൻ അവൻ്റെ മുറിയിലേക്ക് പോയി. ഗംഗ രേണുവിനെ വിളിച്ചിട്ട് ജോലിക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാം കേട്ടുകൊണ്ട് അകത്തെ മുറിയിൽ അനന്തൻ കട്ടിലിൽ കിടക്കുകയാണ്. അനന്തേട്ടനെ ഞാൻ എൻ്റെ സഹോദരനായിട്ടാണ് കണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് അവൾ പറഞ്ഞ വാചകങ്ങൾ ഓർത്തുകൊണ്ട് അനന്തൻ അങ്ങനെ കിടന്നു. പാവം, എവിടെയാണെങ്കിലും സമാധാനത്തോടെ ജീവിച്ചാൽ മതി. അപ്പോഴേക്കും വാതിൽ തുറന്നിട്ട് ഗംഗ മുറിയിലേക്ക് വന്നു. വലങ്കൈ മടക്കി വെച്ചുകൊണ്ട് കണ്ണുകൾ മറച്ചു പിടിച്ച് കിടക്കുകയാണ് അനന്തൻ. അനന്തേട്ടാ, ഗംഗ വിളിച്ചതും അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഉറങ്ങുമായിരുന്നോ? അല്ലടോ, ഞാൻ വെറുതെ കിടന്നതാ. ഇവിടുന്ന് എറണാകുളത്തേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. അവളും ഒപ്പം പോരാൻ നേറ്റിട്ടുണ്ട്. അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നാളെ എപ്പോൾ ചെല്ലാനാണ്? എനിക്ക് 2 മണിയാകുമ്പോഴേക്കും എറണാകുളത്ത് എത്തണം. 5-ൻ്റെ ബസ്സിന് ബാംഗ്ലൂർക്ക് തിരിക്കാമെന്ന് അവൾ പറഞ്ഞേ. ഇവിടുന്ന് 6 മണിക്കൊരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അതിന് പോകാം. 2 മണിയാകുമ്പോഴേക്കും എത്തും അനന്തേട്ടാ? ആ, അതിനു മുന്നേ ചെല്ലും. അലക്ഷ്യമായി പറഞ്ഞുകൊണ്ടവൻ വീണ്ടും കട്ടിലിൽ കിടന്നു. അനന്തേട്ടന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? അവൻ വീണ്ടും കിടക്കുന്നത് കണ്ടുകൊണ്ട് ഗംഗ ചോദിച്ചു. ഇല്ല. അതും പറഞ്ഞുകൊണ്ടവൻ കിടന്നു. ഇത്തിരി നേരം കൂടി അവൾ മുറിയിൽ നിന്നിട്ട് അനന്തൻ ഒന്നും ചോദിക്കാതെ വന്നപ്പോൾ ആകെക്കൂടി സങ്കടം. അനന്തേട്ടന് തന്നോട് എന്തെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടോ എന്നൊക്കെ അവൾ ചിന്തിച്ചു. എന്തായാലും ഈ ചുരുങ്ങിയ ദിവസങ്ങൾ തനിക്ക് അഭയം തന്ന ആളാണ്. ഈ മനുഷ്യൻ്റെ സ്ഥാനം തൻ്റെ ഉള്ളിൽ എത്രത്തോളം ആണെന്നുള്ളത് തനിക്ക് മാത്രമേ അറിയൂ. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഓരോരുത്തരും. ഇവരെയൊക്കെ വെറുതെ തൻ്റെ പേരിൽ ബുദ്ധിമുട്ടിക്കുന്നത് ഒരുപാട് സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂരിലേക്കാണെങ്കിലും പോകുന്നത്. ഓർത്തുകൊണ്ട് ഇത്തിരി നേരം കൂടി മുറിയിൽ നിന്നിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ പോയ വഴിയെ അനന്തൻ ഒന്ന് നോക്കി. എന്തിനാണ് തനിക്കിത്രയ്ക്ക് വിഷമം? ഇവൾ പോന്നെങ്കിൽ പോട്ടെ, അല്ലെങ്കിലും ഇവൾ തൻ്റെ ആരുമല്ലല്ലോ. അവൻ എഴുന്നേറ്റൊരു ഷർട്ടുമെടുത്ത് പുറത്തേക്കിറങ്ങി. ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ട് ഉമ ഓടി വന്നപ്പോൾ ചെമ്പരത്തിവേലി പിന്നിട്ട് അനന്തൻ്റെ ബൈക്ക് ഇരമ്പി പോകുന്നുണ്ടായിരുന്നു. അവൻ എങ്ങോട്ടാണ് പോയത് മോളോ? അനന്തൻ എവിടെ പോയതാ പെണ്ണെ? അറിയില്ലമ്മേ, ഞാൻ അകത്തായിരുന്നു. മാളുവാണെങ്കിൽ ഗംഗ പോകുന്ന കാര്യങ്ങൾ വിഷ്ണുവിന് മെസ്സേജ് അയച്ചു. അതെന്താ പെട്ടെന്ന് പുള്ളിക്കാരി പോകുന്നത്? ചേച്ചിയുടെ പരിചയത്തിലുള്ള ഒരു ഫ്രണ്ട് ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊരു ജോലി ശരിയാക്കി കൊടുത്തു. ചേച്ചിയോട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചേച്ചിയുടെ വീട്ടുകാർ അന്വേഷിച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഏയ്, അത് വെറും തെറ്റിദ്ധാരണയാണ്. യാതൊരു കാരണവശാലും ആ വീട്ടുകാർ വരില്ല. ആ തന്തയൊക്കെ ഇതിനിട്ട് അടിക്കുന്നത് ഞാനെൻ്റെ കൺമുമ്പിൽ വെച്ച് കണ്ടതല്ലേ. ബസ് സ്റ്റോപ്പിൽ ആദ്യമായി അവളെ കണ്ട കാര്യങ്ങളും അവളുടെ അച്ഛൻ വന്നിട്ട് അടിച്ചതുമൊക്കെ വിഷ്ണു ഒന്നുകൂടി മെസ്സേജ് അയച്ച് അവളോട് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് വിഷ്ണുവേട്ടാ.
ഇങ്ങനത്തെ അച്ഛനെയും അമ്മയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെ പറയാനാ, ആ തെന്ത വെറും ചെറ്റയാണ്, അതെനിക്ക് ഉറപ്പാ. അപ്പോൾ അവർ വരില്ലെന്ന് ഉറപ്പാണോ? 100-ൽ 101% ഉറപ്പാണ്. ആരും ഈ പെൺകുട്ടിയെ തിരക്കി വരില്ല. ശോ, എന്നാൽ പിന്നെ ചേച്ചിയെ വിടണോ? വളരെ പാവമാണ്. എനിക്കും അമ്മയ്ക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ടല്ലേ നിൻ്റെ അമ്മ ഈ നേരം കൊണ്ട് കല്യാണം വരെ ആലോചിച്ചത്? ഇനി അതാണാവോ ചേച്ചി പോകുന്നത്? ഏയ്, അതല്ല വിഷ്ണുവേട്ടാ. ചേച്ചിക്ക് അമ്മ പറഞ്ഞപ്പോൾ മുതൽ ആകെ കൂടി വെപ്രാളായി. അതല്ല വിഷ്ണുവേട്ടാ, ചേച്ചി എന്നിട്ട് ഞങ്ങളോട് പറയുമല്ലേ എന്നെ സഹോദരിയായിട്ടും അനന്തേട്ടനെ സഹോദരൻ്റെ സ്ഥാനത്തുമായിട്ടാണ് ചേച്ചി കാണുന്നതെന്ന്? ബെസ്റ്റ്, നിൻ്റെ അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ്? ചില നേരത്തെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് കൂടി പിടിക്കത്തില്ല. നിന്നോട് ഈ കാര്യങ്ങളൊക്കെ ഞാനാണ് പറഞ്ഞതെന്ന് അറിഞ്ഞ് അമ്മയും അനന്തേട്ടനും എന്തു പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. ചോദിക്കാനുള്ള അവസരം ഒത്തുവന്നില്ല. ഇനി എപ്പോഴാണോ ചർച്ച തുടങ്ങുന്നത് എനിക്കറിഞ്ഞൂടാ. ഏതാണ്ടൊക്കെ അറിയാൻ തോന്നല്ലേടി? അനന്തേട്ടന് സംശയമൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ സീനിയർ ആയിരുന്നതുകൊണ്ടും നമ്മൾ ഒരേ കരയോഗമായതുകൊണ്ടും അത്രയ്ക്കങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ ശരി, ഞാൻ പിന്നെ മെസ്സേജ് അയക്കാട്ടോ. അമ്മ വിളിക്കുന്നുണ്ട്. അവൾ ഫോൺ വെച്ചിട്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. അന്നത്തെ ദിവസം ഊണ് കഴിക്കുവാൻ നേരമായപ്പോഴാണ് അനന്തനെത്തിയത്. അവൻ്റെ ഒപ്പം സെൽവവും ഉണ്ടായിരുന്നു. ഗംഗ പോകുന്ന കാര്യങ്ങൾ അറിഞ്ഞു വന്നതാണ് സെൽവം. അവനെ കണ്ടതും ഗംഗ പരിചിത ഭാവത്തിൽ ചിരിച്ചു. ചേച്ചി എവിടേക്കും പോകണ്ടാട്ടോ. അണ്ണൻ ജോലിയൊക്കെ റെഡിയാക്കി തന്നിട്ടില്ലേ? ലീനാമ്മയാവുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല. ധൈര്യമായിട്ട് അവിടെ ജോലി ചെയ്യാം. ഈ നാടും നാട്ടുകാരും ഒക്കെ നല്ല ആളുകളാണ്. ഇവിടെ ചേച്ചിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആരും ധൈര്യത്തോടെ വരില്ലെന്നേ. സെൽവം പറയുന്ന കേട്ടുകൊണ്ട് അനന്തൻ ഉമ്മറത്തേക്ക് കയറി. പോകുന്നവരൊക്കെ പൊയ്ക്കണം. ഇനി നാളെ ഒരിക്കൽ ഇവിടെ ആരും ഒരു ബാധ്യതയാവരുത്. ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അനന്തൻ കയറി വന്നതും ഗംഗ സങ്കടത്തോടെ മുഖമുയർത്തി അവനെ നോക്കി. ഈ അണ്ണൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചേച്ചി വിഷമിക്കുക ഒന്നും വേണ്ട. ഇങ്ങനെയൊക്കെ ഇത്തിരി ദേഷ്യം കൂടുതലാ. മൂക്കത്താ ചുണ്ടി. സെൽവം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഉമ്മ വന്നിട്ട് മകനോട് എന്തൊക്കെയോ കയർത്ത് പറയുന്നുണ്ട്. എടാ, ഒരിക്കലും ഈ കൊച്ചിവിടെ ആർക്കും ഒരു ബാധ്യതയാവില്ല. നീയും മാളും എങ്ങനെയാണോ അതുപോലെയാണ് അവളും. മേലിൽ ഇങ്ങനെയുള്ള സംസാരം ഇവിടെ പാടില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടുന്നോ വന്ന് ഒരുത്തിക്ക് വേണ്ടി വക്കാലത്ത് പറയാമെന്ന് നിൽക്കുന്നു. അനന്തൻ അലറിയതും എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. അങ്ങനെ അത്രയും ഉച്ചത്തിൽ പറഞ്ഞത് ഉമ്മയ്ക്കും സങ്കടമായി. അവൻ്റെ വാക്കുകളേക്കാൾ ഏറെ വിഷമിച്ചത് പാവം ഗംഗ നിന്ന് കരയുന്നത് കണ്ടപ്പോഴാണ്. ഇന്നൊരു രാത്രി കൂടി മതി. നാളെ ഞാൻ പൊയ്ക്കോളാം അനന്തേട്ടാ. എന്നോട് അല്പമെങ്കിലും കരുണയുണ്ടാവണം. ഇരു കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് അവൾ അനന്തൻ്റെ നേരെ പറഞ്ഞതും അവൻ മുഖം തിരിച്ച് മുറിയിലേക്ക് കയറി. മോളെ, നീ ഇങ്ങനെ കരയാതെ. അവൻ്റെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. ആരോട് എന്തു പറയണമെന്ന് യാതൊരു ബോധവുമില്ല ചെക്കന്. ഉമ്മ അവളെ സമാധാനിപ്പിച്ചു. ആരെങ്കിലും ഒന്ന് മുഖം കറുത്ത് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം തോന്നും. അതാ ഞാൻ കരഞ്ഞു പോയത്. വലം കൈ കൊണ്ട് കവളിലെ കണ്ണീർ അമർത്തി തുടച്ച് അവൾ ഉമ്മയെ നോക്കി. ചേച്ചി, ഈ എടുത്തുചാട്ടവും ബഹളവും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. എൻ്റെ അണ്ണൻ വെറും പാവാ. അതുകൊണ്ടല്ലേ ചേച്ചി ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അണ്ണൻ പറയുന്നൊന്നും ചേച്ചി കരയാക്കണ്ട. ആ മനുഷ്യൻ ഇങ്ങനെ ആയിപ്പോയി. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, അല്ലേമ്മേ? സെൽവ ഉമ്മയെ നോക്കി പറയുകയാണ്. അവരും അത് ശരിവെച്ചു. അപ്പോഴേക്കും അനന്തൻ ഒരു കെട്ട് നോട്ടുമായി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നാടാ, ഇത് കൊണ്ടുവയ്ക്കോ. അവൻ അത് സെൽവത്തെ ഏൽപ്പിച്ചു. അപ്പം നാളെ അണ്ണൻ കാലത്തെ ലോഡെടുക്കാൻ വരില്ലല്ലേ? ഇല്ല, 5:30 കട്ടപ്പനയിൽ നിവക്കുള്ള ബസ്. എന്തായാലും 4:30 ആകുമ്പോഴേക്കും ഇറങ്ങണം. അപ്പോൾ പിന്നെ ലോഡെടുക്കാൻ പോയാൽ ശരിയാവില്ല. അഥവാ ബസ് മിസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ബസ് വൈകുന്നേരം 4-നാണ് പോകുന്നത്. ശോ, ചേച്ചി എപ്പോൾ പോവല്ലേ?
സെൽവം വീണ്ടും അവളെ നോക്കി. അതിന് മറുപടി പറയാതെ ഗംഗ മുഖം താഴ്ത്തി. അമ്മേ, ഞാൻ ഇത്തിരി നേരം ഒന്ന് കിടക്കട്ടെ. 4 മണിയാകുമ്പോൾ വിളിച്ചാൽ മതി. അമ്പലത്തിൽ പോകണ്ടേ? ഉമയും ഗംഗയും ഒന്ന് നോക്കിയ ശേഷം അവൻ തൻ്റെ മുറിയിലേക്ക് വീണ്ടും കയറിപ്പോയി. സെൽവ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ ഫോൺ വിളിക്കുക കേട്ടോടാ. ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറിയൊക്കെ എടുക്കാവുള്ളൂ. അല്ലാതെ നിനക്ക് തോന്നുന്ന പോലെ വാങ്ങിക്കൊണ്ട് വന്നാലേ വന്ന വണ്ടി തിരിച്ചയക്കും ഞാൻ. തിരിഞ്ഞു നോക്കാതെ കൊണ്ട് ഉച്ചത്തിൽ അനന്തൻ അവനോട് പറഞ്ഞു. ഓ, ഉത്തരവ് മുതലാളി. സെൽവം പറയുന്ന കേട്ട് ഉമ ചിരിച്ചു. യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയ സെൽവത്തിനോട് എന്തെങ്കിലും കഴിച്ചിട്ടിറങ്ങാന്ന് പറഞ്ഞ് ഉമ അടുക്കളയിലേക്ക് പോയി. അമ്മേ, ഞാൻ പൊയ്ക്കോളാം അമ്മേ, ഇപ്പോൾ ഒന്നും വേണ്ട. നീ കൈ കഴുകി വാടാ, ഉള്ളത് കൂട്ടി കഴിക്കാട്ടോ. ചോറും കറികളും എടുത്തുകൊണ്ട് വന്ന് അവർ അവന് കൊടുത്തു. സെൽവം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപിടി ചോറ് അവന് കൊടുക്കാതെ ഒരിക്കലും മടക്കി അയച്ചിട്ടില്ല. അവൻ എത്ര പറഞ്ഞാലും ശരി, ഉമ അവൻ കഴിക്കാതെ അവനെ പറഞ്ഞു വിടില്ല. അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമാണ് സെൽവത്തെ. ശരിക്കും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ അവർ ചേർത്ത് പിടിച്ചത്. ഈ അമ്മയുടെ ചെറുകിൽ അവൾ സുരക്ഷിതയാണെന്ന് 100% സെൽവത്തിന് അറിയായിരുന്നു. പക്ഷേ ഗംഗേച്ചി മടങ്ങിപ്പോവാണല്ലോ എന്ന് ഓർക്കും തോറും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വല്ലാത്ത നൊമ്പരം. അരമണിക്കൂറിനുള്ളിൽ സെൽവ ഊണൊക്കെ കഴിച്ചു മടങ്ങി. മാളുവാണെങ്കിൽ കുടുംബശ്രീ മീറ്റിങ്ങിന് ആശംസകൾ പറയേണ്ടതുകൊണ്ട് അടുത്ത വീട്ടിലായിരുന്നു. അവിടുത്തെ പെൺകുട്ടികളും എന്തൊക്കെയോ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കൂടി അവിടെ പ്രാക്ടീസ് തകൃതിയായി നടത്തുകയാണ്. അതുകൊണ്ട് സെൽവൻ വന്നതൊന്നും മാളു അറിഞ്ഞില്ല. മോളെ, ഞാൻ ആ കനകയുടെ വീട്ടിൽ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. മാളു എന്നെ അടുക്കുവാണെന്ന് നോക്കട്ടെ. ഉമ ഒരു തോർത്തും തോളത്തേക്ക് ഇട്ടുകൊണ്ട് ഗംഗയെ നോക്കി. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അനന്തൻ്റെ കാവ്യമുണ്ടും ഒരു ഷർട്ടുമൊക്കെ നനച്ചു മുക്കി അഴയിൽ വിരിച്ചിട്ടുണ്ട്. അവന് അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കുവാനായിട്ട്. ഗംഗ അതെടുത്തു കൊണ്ടുവന്ന് അരഭിത്തിയിൽ മടക്കി വെച്ചു. ഇടയ്ക്ക് മാനു ഇരുണ്ട് മൂടി വന്നിരുന്നു. മഴ പെയ്യുമോയെന്ന് പോലും ഗംഗ ഓർത്തു. എന്നാൽ ഇത്തിരി കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. പകരം നന്നായി കോടമഞ്ഞ് പെയ്യാൻ തുടങ്ങി. ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റെന്ന് അവൾക്കപ്പോൾ പിടികിട്ടി. 4 മണിയായിട്ട് ഉമയെ കാണാതെ വന്നപ്പോൾ ഗംഗ മുറ്റത്തേക്ക് ഇറങ്ങി അയൽവീട്ടിലേക്ക് ഒന്ന് എത്തി നോക്കി. സ്ത്രീകളെല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്നു. അനന്തേട്ടനെ വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അല്പം മടിച്ചാണെങ്കിലും അവൻ്റെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ഒരു വശം ചെരിഞ്ഞു കിടന്ന് ആൾ നല്ല ഉറക്കത്തിലാണ്. ഗംഗ ചെന്നിട്ട് 1-2 തവണ അവനെ വിളിച്ചു. പക്ഷേ അവൻ ഗാഢമായ ഉറക്കത്തിൽ. പിന്നീട് അല്പം കുനിഞ്ഞ് അവൾ അവൻ്റെ ചുമലിൽ പിടിച്ച് ഒന്ന് കുലുക്കി. ഏട്ടാ, അനന്തേട്ടാ, നേരം 4 മണിയായി. അവൾ പറയുന്ന കേട്ട് ഇക്കുറി അനന്തൻ കണ്ണു തുറന്നു. ഒന്ന് മൂരി നിവർന്നുകൊണ്ട് അവൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. നീ കുളിച്ച് റെഡിയാവ്. അവൻ പറഞ്ഞതും ഗംഗ തല കുലുക്കിക്കൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പെട്ടെന്ന് തന്നെ അവൾ തിരികെ കയറി വരികയും ചെയ്തു. നോക്കിയപ്പോൾ മാറി ധരിക്കാനുള്ള വേഷം തിരഞ്ഞെടുക്കുകയാണവൾ. ഇവിടെ കയറി കുളിച്ചോളൂ. അവൻ്റെ മുറിയിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതുകൊണ്ട് അനന്തൻ പറഞ്ഞിട്ട് ഗംഗ അവിടേക്കാണ് കയറിയത്. അവൾ കുളിക്കാനായി കയറിയപ്പോൾ ഉമയും മാളും എത്തി. എടി മാളു, വേഗാവട്ടെ, കയറി കുളിക്ക്. അമ്മ ധൃതി കൂട്ടിയതും മാളുവും പെട്ടെന്ന് ഒരുങ്ങുവാനായി പോയി. 1/2 മണിക്കൂറിനുള്ളിൽ മാളും ഉമയും ഒരുങ്ങിപ്പെറുക്കി കുടുംബശ്രീ മീറ്റിങ്ങിന് പുറപ്പെടാനായി ഇറങ്ങി. മോളെ ഗംഗേ, ഞങ്ങൾ പോയിട്ട് വരാൻ. അമ്പലത്തിൽ പോകാനായി റെഡിയായിട്ട് ഇറങ്ങി വന്നു. ശരി അമ്മേ. ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് അനന്തനും ഇരുന്നു. പച്ചക്കറിയുടെ ഓർഡർ എടുക്കുകയാണ് അവൻ. തങ്ങൾ എങ്ങനെയാണിപ്പോൾ പോകുന്നതെന്ന് ഗംഗ ഓർത്തു. കാരണം ലോറി എടുത്തുകൊണ്ട് സെൽവം പോയി. ബൈക്ക് ഇരിപ്പുണ്ട്. പക്ഷെ ആളുടെ ഒപ്പം ഒരുമിച്ച് എങ്ങനെ പോകും? അവൾ ചിന്തിച്ചു. വാതിലടിച്ച് കുറ്റിയിട്ട ശേഷം ചെടിച്ചട്ടിയുടെ അടിയിലേക്ക് താക്കോൽ കയറ്റി വെച്ചിട്ട് അനന്തൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അവൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അനന്തൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും ഗംഗ ഒരു ബുദ്ധിമുട്ട് പോലെ. പിന്നിൽ കയറിയിരുന്ന് പോകാനും മടി. അവനാണെങ്കിൽ മുന്നോട്ട് നോക്കിയിരിക്കുവാണ്. ഗംഗ പതിയെ നടന്നു എന്നിട്ട് അവൻ്റെ പിറകിലായി കയറിയിരുന്നു. അനന്തൻ ബൈക്ക് മുന്നോട്ടെടുത്തതും പെട്ടെന്ന് അവൾ അവൻ്റെ തോളിൽ വലം കൈ അമർത്തി. അനന്തേട്ടാ, പതുക്കെ പോയാൽ മതി കേട്ടോ. എനിക്ക് ബൈക്കിലെയാ.
യാത്ര അത്രയ്ക്ക് വശമില്ല. ഗംഗ അല്പം മുന്നോട്ടാഞ്ഞ് അവന് കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും അനന്തൻ ബൈക്കിൻ്റെ വേഗത അല്പം കുറച്ചുകൊണ്ട് ഇത്തിരി മുൻപോട്ട് ആഞ്ഞിരുന്നു. മെയിൻ റോഡ് കഴിഞ്ഞ് ഇത്തിരി പോയ ശേഷം വണ്ടി ഒരു ചെമ്മൺ പാതയിലേക്ക് കയറി. ഇരുവശവും ചെമ്പരത്തിവേലി തീർത്ത ആ വഴിയിലൂടെ പോകുമ്പോൾ അവിടെവിടെയായി വീടുകളൊക്കെ കണ്ടു. വഴിയോരത്ത് കാലികളെ വെറുതെ മേയാൻ വിട്ടേക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഇത്തിരി പേടി തോന്നി. എങ്ങാനും വണ്ടിയുടെ കുറുകെ ചാടിയാൽ എന്താകും അവസ്ഥ? അതോർത്തപ്പോൾ അവൾക്ക് ശരീരം വിറച്ചു. ചില കാലികളുടെ കൊമ്പും കുലുക്കികൾ ഓട്ടം കണ്ടാൽ പേടിച്ച് മൂത്രമൊഴിച്ചു പോകുമല്ലോ എന്ന് അവൾ ഓർത്തു. കുണ്ടും കുഴിയും നിറഞ്ഞ പാത. അത് പിന്നിട്ട് ഒരു മലയടിവാരത്ത് വണ്ടി വന്ന് നിന്നു. അമ്പലം ഉണ്ടോ എന്ന് ചുറ്റും നോക്കി. പക്ഷെ എങ്ങും കാണാതെ വന്നപ്പോൾ ഗംഗയുടെ നെറ്റി ചുളിഞ്ഞു. ഇറങ്ങ്. അവളുടെ നോട്ടം കണ്ട് അനന്തം പറഞ്ഞു. അമ്പലത്തിലെത്തിയോ? അവൾ ഊർന്നിറങ്ങുമ്പോൾ അവനോട് ചോദിച്ചു. ഒന്ന് മൂളിയ ശേഷം അനന്തൻ ബൈക്കിൻ്റെ ചാവി ഊരിയെടുത്തിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് മുന്നോട്ട് നടന്നു. അടിവാരം കഴിഞ്ഞവർ നേരെ ഇറങ്ങിച്ചെന്നത് ഒരു ചെറിയ ഇടവഴിയിലാണ്. അവിടെ നിന്നൊരു ചെറിയ കയറ്റം. പച്ച പുല്ല് പുതച്ചിയ ചെരുവിലൂടെ കയറിയ ശേഷം 4-5 പടികൾ പിന്നിട്ട് മുകളിലെത്തിയപ്പോൾ ഗംഗയെ നന്നായിട്ട് കിതച്ചു. ഇനി ഒരുപാട് ദൂരമുണ്ടോ അനന്തേട്ടാ? കിത പടപ്പിക്കൊണ്ട് ഗംഗ അവനെ നോക്കി. ദേ, ആ കാണുന്നതാണ് അമ്മൻ കോവിൽ. അവൻ ചൂണ്ടിയ ഭാഗത്തേക്ക് ഗംഗ നോക്കി. ഒരു പാറയുടെ മുകളിലായി കാണുന്ന ചെറിയൊരു കോവിൽ. 4-5 ആളുകൾ നിൽക്കുന്നത് അവൾ കണ്ടു. ഇവിടെയാണ് ഭദ്രകാളി അമ്മയുടെ മൂലസ്ഥാനം. അമ്മ പറഞ്ഞത് ഉപദേവതയെ പ്രതിഷ്ഠിച്ച അമ്പലത്തിൻ്റെ കാര്യമാണ്. ഇവിടെ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അവിടേക്ക് പോകാം. അണച്ചുകൊണ്ട് അവൾ മൂളി. പിന്നെയും പാതകൾ താണ്ടി നടന്നു പോയപ്പോൾ അവൾ ഓർത്തത് ഇത് തന്നെയല്ലേ തൻ്റെ ജീവിതമെന്നാണ്. ദുർഘടങ്ങൾ നിറഞ്ഞ പാതയിലൂടെയാണ് താനിപ്പോൾ കടന്നു പോകുന്നതെന്ന് അവൾ ചിന്തിച്ചു. അപ്പോഴേക്കും അവർ ഏറ്റവും മുകളിലായി അമ്പലത്തിൻ്റെ മുൻവശത്തെത്തിയിരുന്നു. വളരെ ചെറിയൊരു കോവിലാണ്. പല വിധത്തിലുള്ള ധാരാളം ചെടികൾ ചുറ്റിനും പൂത്തു നിൽക്കുന്നു. തണുപ്പും കുളിരും സുഗന്ധപൂരിതവുമായ ഒരു അന്തരീക്ഷം. ഏതൊക്കെയോ പക്ഷികളുടെ പാട്ടും കുറുകിലും ഒപ്പം അകലെവിടെയോ ഒഴുകിയെത്തുന്ന അരുവിയിൽ നിന്നും ഉതിർന്നു വരുന്ന കളകളാരവും. വളരെ ശാന്തവും പ്രകൃതി രമണീയവുമായ പ്രദേശം. ഒപ്പം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. ചന്ദനത്തിൻ്റെയും പനിനീരിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ചെമ്പകപ്പൂവിൻ്റെയും ഒക്കെ മാസ്മരിക സുഗന്ധം നിറഞ്ഞ ക്ഷേത്രാങ്കണത്തിലേക്ക് അനന്തൻ്റെ പിന്നാലെ കയറുമ്പോൾ ഈ നാട് വിട്ടൊരിക്കലും പോകാൻ തനിക്ക് ഇടയുണ്ടാവരുതെന്നാണ് അവൾ ആദ്യമായി പ്രാർത്ഥിച്ചത്. പ്രകൃതിയെ മനുഷ്യനെ ഒരുപോലെ സംരക്ഷിക്കുന്ന ഭദ്രകാളി സങ്കല്പം. ഉഗ്രരൂപിണിയായ ശ്രീഭദ്രയെയാണ് ഗംഗ ഓർത്തതെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മക്കളുടെ മുൻപിൽ സകല ആഗ്രഹങ്ങളും ചൊരിഞ്ഞു വാത്സല്യവരദായിനിയായ ഭദ്രകാളിയായിരുന്നു. കറുത്ത രൂപമായിരുന്നു. ശരിക്കും അവർ അമ്മ ഇരിക്കും പോലെ അവൾക്ക് തോന്നി. ആ മടിത്തട്ടിൽ മുഖം ചേർത്ത് കിടന്നുകൊണ്ട് തൻ്റെ സങ്കടം മുഴുവൻ ഇറക്കി വെച്ചോട്ടെ എന്നും അമ്മയുടെ വലങ്കൈ കൊണ്ട് തൻ്റെ നെറുകയിലൊന്ന് തലോടി തന്നെ ആശ്വസിപ്പിക്കാമോ എന്നുമാണ് അവൾ അമ്മൻ കോവിലിലെ അമ്മയോട് പ്രാർത്ഥിച്ചത്. മിഴികൾ നിറഞ്ഞു തൂവിയതറിയാതെ അവൾ ആ വിഗ്രഹത്തിൽ നോക്കി തൻ്റെ സങ്കടം പറയുകയാണ്. ആരുമില്ല, എനിക്കാരുമില്ല. പെറ്റമ്മ പോലും ആട്ടിപ്പായിച്ചു. താൻ പറയുന്ന ഒരു വാക്ക് കേൾക്കാൻ പോലും കൂട്ടാക്കാതെ, താൻ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും ഒന്ന് തിരക്കാതെ. തൻ്റെ അച്ഛനും കൂടപ്പിറപ്പുമൊക്കെ അകലെ തൻ്റെ നാട്ടിലുണ്ട്. ജീവിതത്തിൽ അങ്ങോളം കൂടെ കാണുമെന്ന് കരുതിയവൻ്റെ പേക്കൂത്തുകൾ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മാതൃത്വത്തിൻ്റെ ചൂടറിയും മുന്നേ തൻ്റെ കുഞ്ഞും വേർപെട്ടു പോയി. അവളുടെ അതരം വിറയ്ക്കുകയാണ്. അവൾ വീണ്ടും ശ്രീകോവിലിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഗംഗ. അനന്തം വിളിച്ചതും അവൾ ഞെട്ടി മുഖം തിരിച്ചു നോക്കി. പ്രദക്ഷിണം വയ്ക്കാൻ വരൂ. അവൻ മുന്നോട്ട് നടന്നു. പിന്നാലെ ഗംഗയും. ഒരു തവണ ചുറ്റിപ്രദക്ഷിണം വെച്ച ശേഷമാണ് അനന്തൻ കാട്ടുപൂക്കൾ കൊണ്ട് കോർത്ത ഒരു മാല വാങ്ങി ഗംഗയുടെ കയ്യിൽ കൊടുക്കുന്നത്. ഇത് നടക്കി വെച്ച് തൻ്റെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉറപ്പായും ദേവി സാധിച്ചു തരും. അവൻ പറയുന്ന കേട്ടവൾ തലകുലുക്കി. ഇനി ഒരു ചതിക്കുഴിയിലും എന്നെ വീഴ്ത്തരുത്. എനിക്ക് കാവലായിട്ട് എൻ്റെ അമ്മ എന്നും ഉണ്ടായിരിക്കണം. അമ്മയുടെ ഇരു കണ്ണുകളും
എൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നാളത്തെ ജോലി എനിക്ക് അനുയോജ്യമായതായെങ്കിൽ മാത്രം മതി. അല്ലെങ്കിൽ അമ്മ അത് തട്ടിത്തെറിപ്പിച്ച് കളയണം. ഇനിയും കണ്ണുനീര് കുടിക്കാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് അനുഭവിച്ചു കഴിഞ്ഞു. അതായിരുന്നു അവൾ ആ ദേവിയമ്മയെ നോക്കി പ്രാർത്ഥിച്ചത്. പിന്നീട് കൺമുമ്പിൽ വെച്ച് തന്നെ തിരുമേനി ആ മാല ഭദ്രകാളി അമ്മയെ ചാർത്തുകയും ചെയ്തു. വീണ്ടും 3 പ്രദക്ഷിണം കൂടി വെച്ച ശേഷം അനന്തനോടൊപ്പം ഗംഗ കോവിലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ഇത്തിരി പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട്. പാറിപ്പറന്ന മുടിയിഴകളും ഇത്തിരി പുറത്തേക്ക് തുറച്ചു നിൽക്കുന്ന ചുവന്ന മിഴികളും അല്പം ഉദ്ദിയ ദന്തനിരകളും അലസമായി വാരി വലിച്ചു കൊടുത്തിരിക്കുന്ന ഒരു പട്ടുചേലയുമാണ് അവരുടേത്. അവരെ കണ്ടപ്പോൾ ഗംഗയ്ക്ക് ചെറുതായി ഭയം തോന്നി. അനന്തൻ്റെ അരികിലേക്ക് ഇത്തിരി നീങ്ങി നിന്നപ്പോൾ അവൻ എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കി. സ്ത്രീയെ കണ്ടുകൊണ്ടാണ് അവൾ പേടിച്ചതെന്ന് അനന്തന് ബോധ്യമായി. ഇത് കാളിക്കുട്ടിയമ്മ. ഇവിടെയാണ് അമ്മയുടെ വാസം. പാവമ്മ, പേടിക്കണ്ട. അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് ഗംഗയോട് പറഞ്ഞു. കയ്യിലിരുന്ന ചെറിയൊരു മുല്ലപ്പൂമാല അവർ അനന്തന് കൊടുത്തിട്ട് ഗംഗയെ ചൂണ്ടി അത് ചൂടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവ്യക്തമായ രീതിയിൽ എന്തോ പറഞ്ഞുകൊണ്ട് അവർ പിന്നെയും ഗംഗയെ നോക്കി. അനന്തന് ചെറിയൊരു മടി പോലെ. ഉൻ പൊണ്ടാട്ടി അവർ ചോദിച്ചതും അനന്തൻ അല്ലെന്ന് നിഷേധ രൂപേണ തലകുലുക്കി. പെട്ടെന്ന് അവർ കോവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അനന്തനോട് നീ ഇവളെ വിവാഹം കഴിക്കൂന്നൊക്കെ ആംഗ്യത്തിൽ പറയുന്നുണ്ട്. അനന്തനും ഗംഗയും ആകെ വല്ലായ്മയോടെ നിൽക്കുകയാണ്. വീണ്ടും വീണ്ടും അവർ പൂജോടി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗത്യന്തരമില്ലാതെ അനന്തൻ ഗംഗയുടെ മുടിച്ചുരുളിലേക്ക് അത് തിരികെ വെച്ചു. പെട്ടെന്നവർ അവിടെ തൂങ്ങിയാടുന്ന മണിയിൽ പിടിച്ച് ഉറക്കി അത് മുഴുക്കി ശബ്ദമുണ്ടാക്കി. എന്നിട്ട് അവരെ രണ്ടാളെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി. ക്ഷേത്രത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗംഗയ്ക്കെന്തോ വലിയൊരു ആശ്വാസം പോലെ. ദേവി കൈവടിയില്ല, യാതൊരു ചതിയിലും തന്നെ വീഴ്ത്തില്ല. ആ ഒരു ഉറപ്പ് അവൾക്കുണ്ട്. മനസ്സിന് വല്ലാത്തൊരു ധൈര്യം വന്നതുപോലെ ഒരു തോന്നൽ. ഒന്നുകൂടി ശ്രീകോവിലിൽ നോക്കി പ്രാർത്ഥിച്ച ശേഷം അവൾ അനന്തൻ്റെ അരികിൽ വന്നു. ഡോ, അനന്തം വിളിച്ചത് അവൾ തിരിഞ്ഞു നോക്കി. പോകാം, പ്രാർത്ഥിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. അവൻ ചോദിച്ചതും ഗംഗ തലകുലുക്കി. എന്നിട്ട് ഇരുവരും അടിവാരത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. സൂക്ഷിച്ചു വേണം കേട്ടോ, അനന്തം പറയുന്നത് അവൾ മോളി കേട്ടോ. അടുത്ത ക്ഷേത്രത്തിലെത്തുമ്പോൾ നട അടയ്ക്കോ ആവോ? മിക്കവാറും നട അടയ്ക്കാനാണ് സാധ്യത. ഒരു കാര്യം ചെയ്യ്, അവിടേക്ക് പിന്നീട് ഒരിക്കൽ പോകാം ഗംഗ. അത് മതി അനന്തേട്ട, ഇന്നിപ്പോൾ നേരെ ഒരുപാടായല്ലോ. ഞാൻ എന്തായാലും അമ്മ പറഞ്ഞ ക്ഷേത്രത്തിൽ ഉറപ്പായിട്ടൊന്ന് പോകും. ഇരുവരും സാവധാനം കുന്നിൻ ചെരുവിലൂടെ താഴേക്കിറങ്ങി. ഈ ക്ഷേത്രത്തിൽ ഒരുപാട് ആളുകളൊന്നും വരില്ലേ? ഇല്ല, കൂടുതൽ പേരും പോകുന്നത് ഉപദേവതയെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലാണ്. ഇവിടേക്കുള്ള യാത്ര ഇത്തിരി ദുസ്സഹമായതുകൊണ്ട് ആളുകൾക്കൊക്കെ ഇവിടേക്ക് വരാൻ മടിയാണ്. റോഡൊക്കെ വളരെ മോശമാണല്ലോ. ആ, രാഷ്ട്രീയക്കാരെ കണ്ടു പറഞ്ഞാൽ ഇവിടേക്കുള്ള വഴി അവർ നന്നാക്കി തരത്തില്ലേ? ഓ, അതൊക്കെ ഒരു വകയാണ്. ഇലക്ഷൻ ആകുമ്പോൾ വമ്പിച്ച് ഓഫറുമായി വരും. അടുത്ത മഴക്കാലത്തിന് മുന്നേ റോഡ് ശരിയാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റവും വീരവാദ്യം മുഴക്കി പോകും. അത് വിശ്വസിച്ച് പാവം ജനങ്ങളെ മാറി മാറി വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. പിന്നീട് ആടുകിടന്നെടുത്ത് പൂട പോലുമില്ല. എത്രയോ നാളുകളായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തോരം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രമാണ്. നല്ലൊരു പോസിറ്റീവ് ഫീലാണ് അവിടെ ചെന്നപ്പോൾ. എനിക്ക് സത്യത്തിൽ അവിടുന്ന് മടങ്ങിപ്പോരാനൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഇത്രയും നേരം വൈകിയത് കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇനിയൊരിക്കൽ മാളുവിനെ കൂട്ടി വരണം. അതിന് താന്നാളെ പോവല്ലേ? ഇനി വരവൊക്കെ കണക്കാടോ. താൻ നന്നായിട്ട് പ്രാർത്ഥിച്ചില്ലേ? അവിടെ ചെന്നാലും എല്ലാ ദിവസവും ഈ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചോണം. ഒരാപത്തിലും ചാടിക്കില്ല. അത്രയ്ക്ക് പവറുള്ളതാ. താനിനി വിഷമിക്കുകയൊന്നും വേണ്ട. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട. തനിക്ക് നല്ലതേ വരൂ. ഒരു നെടുവീർപ്പോടെ അവൾ വീണ്ടും ഒന്ന് മൂളി. ഞാൻ തന്നോട് എന്തെങ്കിലും ദേഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയൂ. അവൻ പറയുന്ന കേട്ടതും
അനന്തൻ എത്ര പാവമാണെന്ന് ഗംഗ ഓർത്തു. ശരിക്കും അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. ഇവരൊക്കെ എത്ര നന്മ നിറഞ്ഞ ആളുകളാണ്. ശരിക്കും അനന്തൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി ഒരുപാട് പുണ്യം ചെയ്തവളാണ്. പുറമേ ഗൗരവക്കാരനാണെങ്കിലും അനന്തൻ ഒരു ശുദ്ധഗതിക്കാരനാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ അവൻ്റെ ഒപ്പം സാവധാനം ഇറങ്ങി. ഇനിയൊരു 10 മിനിറ്റ് കൂടി നടന്നാൽ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തെത്താം. അവൻ പറഞ്ഞതും ഗംഗ തലകുലുക്കി. താൻ മടുത്തോ? ഇല്ല, മടുത്തൊന്നുമില്ല. ആ, ചെന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങിക്കോണം. നാളെ കാലത്ത് എണീറ്റ് പോകേണ്ടതാ. ആ, തലയാട്ടിക്കൊണ്ടവൾ നോക്കിയപ്പോൾ കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ നിന്നും എന്തോ ഒഴുകുന്നത് പോലെ തോന്നി. അനന്തേട്ടാ, ആ മൊബൈൽ ടോർച്ച് ഒന്ന് തെളിക്കുമോ? വിറയിലൂടെ അവൾ പറഞ്ഞു. എന്താടോ, എന്തു പറ്റി? അനന്തൻ ലൈറ്റ് അടിച്ചപ്പോൾ ഗംഗയുടെ കാലിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി. അയ്യോ അനന്തേട്ടാ, നുറക്കം നിലവിളിച്ചുകൊണ്ട് അവൾ പലാസോ പാൻറ് അല്പം മുകളിലേക്ക് തെറുത്ത് കയറി. ആ, അട്ട കടിച്ചതാ. അനന്തം പറഞ്ഞതും അവൾ പിന്നെയും അലറി വിളിച്ചു. തുടരും.